നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മാധ്യമങ്ങൾക്കെതിരെ കടക്കു പുറത്ത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? വീണ്ടും വിജയൻ മാധ്യമങ്ങളോട് വീണ്ടും ഒരു ദുർമുഖം കാണിച്ചിരിക്കുന്നു. ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ഒപ്പം തന്നെ വിവാദങ്ങൾ അത് സൃഷ്ടിക്കുകയും ചെയ്ത നവകേരള സദസ്സിൻ്റെ യാത്രയിൽ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നവകേരള സദസ്സിൻ്റെ തുടർച്ചയെന്നോണമാണ് കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇപ്പോൾ നടക്കുന്നു. തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് പരിപാടി. ആ പരിപാടിയിൽ നിന്നാണ് മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത്. വനവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ടവരുമായിട്ട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടക്കുകയായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ഇവരിൽ ചിലർ തങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങിയതോടുകൂടിയാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോകണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ ക്ഷണിക്കപ്പെടാത്ത മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് പരിപാടിയുടെ ആരംഭത്തിൽ തന്നെ അവതാരകൻ മൈക്കിലൂടെ പറഞ്ഞപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് എല്ലാവരും പുറത്തു പോകണമെന്നാണ്. എല്ലാവരുമായിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരും പുറത്തു പോകണമെന്നുള്ളൊരു കൽപ്പനയായിരുന്നു വന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നും മുഖാമുഖത്തിൽ പങ്കെടുക്കുന്ന വനവാസി ദളിത് വിഭാഗങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് ജനങ്ങൾ അറിയണമെങ്കിൽ മാധ്യമപ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന വേദിയിൽ വേണമെന്ന് പത്മശ്രീ ചെറുവയൽ രാമൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടതില്ല. രാമൻ പറഞ്ഞ കാര്യത്തെ സദസ്സൊന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചതും മുഖ്യമന്ത്രിയെ അതും അലോസരപ്പെടുത്തുകയുണ്ടായി എന്നുള്ളതാണ്. ചർച്ചകളിൽ വച്ച് തെറ്റായ വാർത്തകൾ നൽകുമെന്നും അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയതെന്നും രാമൻ അതിൽ വിഷമമൊന്നും വേണ്ട എന്നുമൊക്കെ അരിശം വിടാതെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടതുമുന്നണി അധികാരമേറ്റധികം കഴിയുന്നതിന് മുമ്പ് 2017 തിരുവനന്തപുരത്ത് രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് വലിയൊരു ചർച്ച നടക്കുന്ന ഹാളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്ന് മുഖ്യമന്ത്രി ആയിട്ടേ ഉള്ളൂ, 2016 2017 മാധ്യമങ്ങൾ അന്ന് ഇറക്കി വിട്ടിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തിയ ശേഷമാണ് പുറത്താക്കിയത് എന്നുള്ളതാണ്. ഹാളിലേക്ക് എത്തിയ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ട് പെട്ടെന്ന് ക്ഷുഭിതനാവുകയായിരുന്നു. ക്ഷുഭിതനായ മുഖ്യമന്ത്രി കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയായിരുന്നു. ഇവരെ ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന് CPMൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അപ്പോൾ പറയാൻ ശ്രമിച്ചുവെങ്കിൽ കൂടിയും മുഖ്യമന്ത്രി അതിന് കാതുകൊടുത്തില്ല എന്നുള്ളതാണ്. വഴങ്ങിയതുമില്ല. മാധ്യമപ്രവർത്തകരെ ഓരോരുത്തരായിട്ട് ആട്ടി പുറത്താക്കുന്ന ഒരു സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. ഈ സംഭവത്തിൻ്റെ പേരിൽ പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നുണ്ടെങ്കിൽ പക്ഷേ അതിലൊന്നും ഖേദം പ്രകടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ശൈലി മാറ്റാനോ എന്ന് മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം പലവട്ടം ഈ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ വളരെ വലിയ അപമര്യാദയായി പെരുമാറുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ നയം തന്നെ CPMഉം അതിനുശേഷം പിന്തുടർന്നു വന്നു. വാർത്താസമ്മേളനങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുക, അവർക്കെതിരെ തട്ടിക്കയറുക, ഇങ്ങനെയൊക്കെയുള്ള സമീപനങ്ങളാണ് മുഖ്യമന്ത്രി പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഏകപക്ഷീയമായി പ്രസംഗിക്കുകയും വാർത്താസമ്മേളനം വേണമെങ്കിൽ പൊടുന്നതിനെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി, ഇതൊക്കെ പല കോണുകളിൽ നിന്ന് പലപ്പോഴുമൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ കൂടിയും മാറ്റിയിട്ടില്ല ആ ശൈലി എന്നുള്ളതാണ്. സർക്കാരിനെതിരായ വാർത്തകൾ നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ കയ്യേറുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെയും മറ്റും അറിവോടെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതും വിമർശനമായി. വലിയ വിമർശനങ്ങളുണ്ട്. നവകേരള സദസ്സിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് CPM നേതാക്കളുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ അധിക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞു പോയത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട്. മുഖാമുഖം പരിപാടിയിൽ ആളെ കൂട്ടാൻ ഉദ്യോഗസ്ഥർ പാടുപെടുകയാണ് എന്ന് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില പത്രങ്ങൾ, ആ പത്രങ്ങളിൽ നിന്ന് വന്ന വാർത്ത വന്നത് മുഖ്യമന്ത്രിയെ വല്ലാതെ ക്ഷോഭിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊരുതരം മനസ്ഥിതിയാണ് എന്ന് വിമർശിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നാലെയാണ് മാധ്യമങ്ങളെ പരിപാടിയിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത്. ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതും ഉദ്യോഗസ്ഥർ ഈ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകാത്തതും വന്യജീവി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതുമൊക്കെ, കൂടാതെ ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതുമൊക്കെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചിലർ ഉന്നയിക്കുകയുണ്ടായി.
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് ക്ഷുഭിതനാവുന്നത്. ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയുണ്ടായാൽ ഇടതുഭരണത്തിൻ്റെ ജനവിരുദ്ധ മുഖം തെളിയുമെന്നും മന്ത്രിമാരുടെ കഴിവുകേട് പുറത്തു വരുമെന്നുമൊക്കെ വളരെ കൃത്യമായി കരുതിയാണ് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇറക്കിവിട്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് എന്നാണ്. സർക്കാരിൻ്റെ തിന്മകളെ ന്യായീകരിക്കുന്ന CPM പത്രമായിട്ടുള്ള ദേശാഭിമാനിക്ക് മാത്രമാണ് ഈ വിലക്ക് അല്ലാതായിട്ടുള്ളത് എന്നുള്ളതാണ്. മാധ്യമ സ്വാതന്ത്ര്യം അംഗീകരിക്കാത്ത നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കൃത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മാധ്യമപ്രവർത്തകരോ അവരുടെ സംഘടനയോ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുവരില്ല. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള അവകാശമെന്ന് പറയപ്പെടുന്നത് CPM നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടെന്ന മട്ടിലാണ് പലരും പെരുമാറുന്നത് എന്നുള്ളതാണ്. ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ എന്ന് CPMമാർ ചോദിക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു സമീപനമാണ് പലപ്പോഴും ചില മാധ്യമപ്രവർത്തകരെങ്കിലും വെച്ചു പുലർത്തുന്നത് എന്ന് പറയപ്പെടുന്ന അപഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ, നടപടികൾ ഇതൊക്കെ അവസാനിപ്പിക്കുക തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെതിരെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ പ്രതികരിക്കുന്നില്ല? എത്രമട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയും ഇറക്കിവിടുകയും ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെങ്കിലും ചിന്തിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ എന്താ കൊമ്പുണ്ടോ? മാധ്യമങ്ങൾക്കൊക്കെ മേൽ ഇത്തരത്തിൽ കുതിര കയറി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത മാധ്യമപ്രവർത്തകരുടെ യൂണിയനുകളുമൊക്കെ ഉള്ള ഈ നാട്ടിലാണ് ഇവിടുത്തെ ഒരു യൂണിയനുകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. KUWJയും പ്രസ് ക്ലബ്ബും ഒക്കെ മൗനം പാലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകരുടെ മേൽ കുതിര കയറിയാൽ മുൻപാണെങ്കിൽ ഇവിടെ ഇതിനു മുൻപും UDFും ഒക്കെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയോ കരുണാകരനോ അതുപോലുള്ള മന്ത്രിമാരാരെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വാക്ക് പറഞ്ഞാൽ അതിനെതിരെ വഴിയിൽ തടഞ്ഞു നിർത്തി തെറി വിളിക്കാൻ വരെ കാണിക്കുന്ന മടിയില്ലാത്ത മാധ്യമപ്രവർത്തകരുണ്ടായിരുന്ന നാട്ടിലാണ് ഇന്ന് മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയിട്ട് ഇറക്കി വിട്ടാൽ പോലും അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ തലകുനിച്ച് CPMൻ്റെ ഏറാമൂളികളായി മാറുന്ന തരത്തിലുള്ള മാധ്യമപ്രവർത്തകരെ കാണാൻ കഴിയുന്നത്. ഇവനൊക്കെ നട്ടലില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരുന്നതിൽ നാണക്കേടുണ്ട് എന്നുകൂടി പറയട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് ഈ ഒരു മാധ്യമപ്രവർത്തകൻ്റെയും ആരുമല്ല എന്നുകൂടി മനസ്സിലാക്കുവാനുള്ള കെൽപ്പുണ്ടാകണം ഈ മാധ്യമപ്രവർത്തകർക്ക്. പിണറായി വിജയൻ്റെ വീട്ടിലെ ഉപ്പും ചോറും തിന്നിട്ടല്ല ഇവിടുത്തെ മാധ്യമപ്രവർത്തകരായി മാറിയത് എന്നെങ്കിലും വിശ്വസിക്കാൻ ഈ നട്ടലില്ലാത്ത വിഭാഗം ഇനിയെങ്കിലും തയ്യാറാകണം. ഇല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഇവിടെ നിന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരിക്കലും പത്രപ്രവർത്തനം തന്നെ നടത്താൻ പറ്റാത്ത രീതിയിൽ ഇറക്കിവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്നെങ്കിലും ഈ നട്ടലില്ലാത്ത വർഗമേ, നിൻ്റെയൊക്കെ നാവ് ഉയരണമേ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്.